നമസ്കാരം. ഇന്ന് വളരെ ആത്മാർത്ഥത കൂടുതൽ ആര് കുത്തി നിറച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ആരും ഇതൊരു ഫലിതമായിട്ട് എടുക്കുകയേ ചെയ്യരുത്. കുറേയേറെ നാളുകൾ കൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ച ഒരു വ്യക്തി, എന്നെപ്പോലെ കുറേ ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ആ തെറ്റിദ്ധാരണയൊക്കെ ഉരുകി ഒലിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ. യെസ്, നമ്മുടെ സ്വന്തം അല്ല, അവരുടെ സ്വന്തം തെറിയാശാൻ. ഒരു ചുക്കും എന്നെ പറ്റി അറിയാൻ മേല. എൻ്റെ നാട്ടിൽ താൻ അന്വേഷിച്ച് നോക്കുക ആശാനെ. ഞങ്ങൾക്കറിയണം, ആ ചുക്കിന്റെ വലിപ്പം ഞങ്ങൾക്ക് അറിയണോ ആശാനെ? പറ. നിങ്ങൾ വിശക്കുന്നോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം മേടിച്ചത് മിനിമം തന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിന് സുഖമില്ലാത്തൊരു മനോ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ആരോ പറഞ്ഞു ആശാന്റെ അടുത്ത് വന്നിട്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആശാന്റെ കയ്യിൽ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ കാശുമില്ല, നോക്കിയിട്ട് വെള്ളവും കിട്ടിയില്ല, ഓടിച്ചെന്ന് ഇടുക്കി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്ന് അദ്ദേഹത്തിന്റെ വായിലേക്ക് വിട്ടെന്നാണ് കേട്ടത്. നിങ്ങൾക്ക് ഭക്ഷണം മേടിച്ചത് മിനിമം തന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിന് സുഖമില്ലാത്തൊരു മനോഭാവക്കാരനാണ്. പിന്നെ ഒരു കാര്യമാണ്, ആഹാരം വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നാലും വാങ്ങിച്ചു കൊടുത്താലും പിന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇപ്പുറത്തോട്ട് മാറി നിന്ന് മേടിച്ച് നക്കിയെന്ന് പറയും. അത് ജനകീയനായതുകൊണ്ടും മറ്റുള്ളവരോടുള്ള ആ സ്നേഹക്കൂടുതൽ കൊണ്ടും പറയുന്നതാണ്. അതൊക്കെ ഒരു നാടൻ ശൈലിയുടെ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. തിരിച്ച് ഈ നാടൻ ശൈലി അങ്ങോട്ട് പറഞ്ഞാൽ എന്തായിരിക്കുമെന്നോ, അത് ചിലപ്പോൾ ഉടുമുണ്ടൊക്കെ പൊക്കി കാണിച്ചെന്ന് വരും. ഞാൻ ആരെയും പുകഴ്ത്താൻ പറയുന്നില്ല, എന്നെ മനസ്സിലാ. സ്വയം പുകഴ്ത്തൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. മറ്റാരും പുകഴ്ത്താത്തത് കൊണ്ട് ഇപ്പോൾ ഒരു ഗതി ഇല്ലാഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. പറഞ്ഞോ ഇതിനപ്പുറം സിനിമ വരെ ഇറങ്ങിയേക്കുന്നു, അത് ഞങ്ങൾ സഹിക്കുകയല്ലേ. പിന്നെ ഇത് അതിൻ്റെ പോക്കറ്റിലുള്ളതിൻ്റെ ഒരു പങ്കാണെങ്കിൽ എടുത്ത് കൊടുത്ത് സഹായിച്ചിരിക്കും. അതുകൊണ്ട് പോക്കറ്റിൽ 10 രൂപയ്ക്ക് അപ്പുറം ഒരു നോട്ട് ആശാൻ ഇട്ടുകൊണ്ട് നടക്കത്തേ ഇല്ല. എനിക്ക് ബാങ്ക് ബാലൻസ് എന്നതാ? അയ്യോ, ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ലംബോദരൻ മുതലാളി ആരാന്ന് ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളൊന്ന് ചോദിക്കണേ. അത് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം കാശുള്ളവർ, അഴിമതി നടത്തുന്നവർ, കാശ് എണ്ണുന്നവർ, കാശിന് വേണ്ടി ചത്ത് കിടക്കുന്നവർ, ഇവരുമായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ടും സാഹചര്യങ്ങളുമായിട്ടും ആശാൻ യാതൊരു ഇടപാടും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയാൻ മേല. 5-6 രൂപ വല്ലതും കാണുമായിരിക്കും, നോക്കണം. 5-6 രൂപ ബാങ്കിൽ ഇട്ടുകൊണ്ട് 10, 65, 75 വർഷം ജീവിച്ച ആളാണ്. എന്നിട്ടും ആ അക്കൗണ്ട് ഇതുവരെ ക്യാൻസൽ ആയില്ല എന്നുള്ളതാണ്. മിനിമം ബാലൻസ് ഇല്ലാതിരുന്നിട്ട് പോലും ഒരു 50 രൂപ പോലും തികച്ചില്ലാത്ത ഏതെങ്കിലും രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ ബാങ്കിലെ, അത് തെറിയാശാനായിരിക്കും. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? പക്ഷെ അവർക്ക് വിശ്വാസമാണ്, അവർ പറയുന്നതൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നു. അതായിരുന്നുകൊണ്ട് ഇങ്ങനത്തെ PR വർക്കിലേക്ക് ഇപ്പം തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതാ പിടിച്ചിരിക്കുന്നത് ഇൻ്റർവ്യൂ. 5, 10, 50 ഏരിയ ബില്ലും 100-500 രൂപ കാണുമായിരിക്കും. ആശാന, ഒരു 1000 രൂപ ഞാൻ അക്കൗണ്ടിലോട്ട് ഇട്ട് തരട്ടെ. അക്കൗണ്ട് നമ്പർ ഇതാ. സ്വന്തമായിട്ട് വീടുണ്ടോ? വീടുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഇനി ആർക്കെങ്കിലും വീടില്ലാത്തവരുണ്ടെ അവിടെ ചെന്നാൽ കയ്യിരിക്കുന്ന 10-14 ഏക്കറോ ആ വീടും അങ്ങ് എഴുതി തരികയും ചെയ്യും. പിന്നെ തെറിയാശാൻ പറഞ്ഞ പോലെ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ നാട്ടിൽ വന്ന് തിരക്കണമെന്ന് പറഞ്ഞില്ലേ? ഒരു ചുക്കും എന്നെ പറ്റി അറിയാൻ മേല. എൻ്റെ നാട്ടിൽ താൻ അന്വേഷിച്ച് നോക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആശാനെ. ആശാൻ ഒരു കാര്യത്തിനോട് പ്രതികരിക്കുമ്പോൾ, അതിനുവേണ്ടി ആ വായ തുറക്കുമ്പോൾ പടരുന്ന ആ ഒരു വിസർജ്യത്തിൻ്റെ ഒരു പരിമളം ഉണ്ടല്ലോ, അതിലൂടെ തന്നെ ആ സംസ്കാരവും ആളുകളോടുള്ള മനോഭാവവും ഓരോ പ്രശ്നങ്ങളോടുള്ള അങ്ങയുടെ സമീപനത്തിൻ്റെ ആഴവുമൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നടന്നു അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ടോ? അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. എങ്ങനെ സാധിക്കുന്ന 10,000 കൂടുതൽ എനിക്കുണ്ടാവില്ല. അതൊന്നും ഞാൻ നോക്കാറില്ല. ബാങ്കിൽ എത്രാന്നൊന്നും നോക്കാനുള്ള സമയം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞു തന്നെ കേട്ടോ. ഞങ്ങളെ വെറുതെ ഖിന്നരാക്കിയെന്നെ. ഇപ്പം സഹാക്കൾ എനിക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു തരും, വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പൈസയൊക്കെ തരും. സഖാക്കളാണോ ആശാനെ വളർത്തുന്നതും പരിപാലിക്കുന്നതും? ഈ സഖാക്കൾക്ക് എവിടുന്ന ആശാനെ കാശ്? അവർ പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് നോട്ടടിക്കുന്ന മെഷീൻ ഇല്ല, അവർ പാവപ്പെട്ട പ്രസ്ഥാനമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ചെലവിൽ ആശാൻ കഴിയുന്നു. അപ്പോൾ അവരാരുടെ ചെലവിൽ കഴിയുന്നു? ഞാൻ സ്വന്തമായി ഷർട്ടും മുണ്ടും മേടിച്ചിട്ട് ഒരുപാട് നാളായി. അതിനൊരു യോഗം വേണം ആശാനെ. ആരുടെയെങ്കിലുമൊക്കെ ചെലവ് കഴിയാനും മറ്റുള്ളവരുടെ ഓസിൽ മുണ്ടും ഷർട്ടും ചട്ടിയൊക്കെ വാങ്ങിച്ചിടാനും ഒക്കെ ഒരു പ്രത്യേക യോഗം വേണം. അത് ആശാനുണ്ടെന്ന് കൂട്ടിയാൽ മതി. അവരെനിക്ക് ഷർട്ടും മുണ്ടും ഒക്കെ വാങ്ങിച്ചു തരും. ഞാൻ ആ സന്തോഷപൂർവ്വം സ്വീകരിക്കും. സ്വന്തമായിട്ട് അധ്വാനിക്കാതെ മറ്റുള്ളവൻ്റെ ചെലവിൽ ഉടുതുണി വരെ ഇട്ട് നടക്കുന്നതിൻ്റെ ഗുണം ആശാൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും അറിയാനും ഉണ്ട്. കൊള്ളാം, കീപ് ഇറ്റ് അപ്പ്. നമ്മൾ ചോര ചിന്തും, പക്ഷെ വിയർപ്പ് ചീന്തിക്കൂടാ. വിദേശ യാത്ര എങ്ങാനും പോകുമ്പോഴേ അല്ലാതെ ഞാൻ വെള്ള ഡ്രസ്സൊക്കെ മേടിക്കാറുള്ളൂ. അയ്യോ, വിദേശയാത്രയൊക്കെ നടത്താറുണ്ടോ? അതെങ്ങനെ പോകുന്നത്? സൈക്കിളിലാണോ പോകുന്നത്?
ഈ 500 രൂപ പോലും അല്ല 5-6 രൂപയൊക്കെ ബാങ്കിൽ കിടക്കുന്ന ആള് വിദേശയാത്രയൊക്കെ പോകണമെങ്കിൽ അതിന് സ്പോൺസേഴ്സ് കാണും അല്ലേ? ആശാന്റെ ഒക്കെ ഒരു യോഗമാണ് യോഗം. അക്കൗണ്ടിലേക്ക് നമുക്ക് നോക്കാം. അക്കൗണ്ടിൽ ഒന്നും നോക്കാൻ അവിടെ ഒന്നും ഇല്ലെന്ന്. ഇന്റർവ്യൂ എടുക്കുന്ന ആളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പം 2-3 പ്രാവശ്യം അക്കൗണ്ടിന്റെ കാര്യം ചോദിച്ചു, അക്കൗണ്ടിലൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ആ ശൈലിയൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നാടൻ ശൈലിയുടെ മാരക വേർഷൻ പോക്കറ്റിൽ ഇരിപ്പുണ്ട്. അതിങ്ങോട്ടെടുത്തിട്ട ഇന്റർവ്യൂ പകുതിക്ക് വെച്ച് നിർത്തി നിങ്ങളിറങ്ങി ഓടേണ്ടി വരും. കുടുംബത്തിന്റെ ഭദ്രത ഉണ്ടാവണം, അച്ഛനും അമ്മയ്ക്കും ആശ്വാസം പകരണം, ഇതെല്ലാം എൻ്റെ ബാധ്യതയാണ്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും മാത്രം ആശ്വാസം പകർന്നു കൊടുത്ത് തൻ്റെ ബാധ്യത തെറിയാശാൻ ഒതുക്കിയില്ല. നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്ത ആശ്വാസം, അൺലിമിറ്റഡ് ആശ്വാസം. തന്തയ്ക്ക് പറക്കാത്ത പണി ചെയ്യുന്നവരാണ് നാരികളെല്ലാം കൂടെ കൂടി ഞങ്ങളെ കോൺവെന്റ് പഠിപ്പിക്കാനുള്ള പരിപാടിയെങ്കിൽ. പക്ഷെ ഒരു ചോദ്യം കൂടെ ചോദിക്കണമായിരുന്നു. ഇങ്ങനെ സ്പോട്ടിൽ ലൈവായിട്ട് നല്ല കൃത്യമായിട്ടുള്ള തെറികൾ എങ്ങനെ വായിൽ വരുന്നു എന്നുള്ളത്. കാരണം ഏതൊരു രാഷ്ട്രീയ നേതാവിന് ഉള്ളിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു ഒരു ചളിപ്പ്, ഒരു ഉളുപ്പുണ്ടാവുമല്ലോ. പക്ഷേ നമ്മൾ ഇത്രയും ലോക്കലാണെങ്കിലും നമ്മൾ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ മിണ്ടിക്കൂടാ എന്നൊരു പടമെങ്കിലും ആരെങ്കിലും കാണിക്കുമല്ലോ. ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് സ്പോട്ടിൽ സെപ്റ്റിക് ടാങ്ക് തുറക്കാൻ പറ്റുന്നത്? പിന്നെ സ്വന്തമായിട്ട് നിഘണ്ടു തയ്യാറാക്കിയിട്ടുണ്ടോ? ജീവിതത്തിൽ ഇതുവരെ എത്ര പ്രധാനപ്പെട്ട ആദരണീയരായിട്ടുള്ള വ്യക്തികളെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറി പറയാനുള്ള മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? നാടൻ ശൈലി എന്നതുകൊണ്ട് എന്താണ് താങ്കൾ അർത്ഥമാക്കുന്നത്? സ്ത്രീകളോട് ഏറ്റവും മാന്യമായി സംസാരിക്കുന്ന, സ്ത്രീകളുടെ അഭിമാനത്തിന് വില കൽപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ പ്രധാനിയാണ് അങ്ങ് എന്നൊരു കേട്ടുകേൾവിയുണ്ട്. ഇതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അങ്ങനെ കുറേ ചോദ്യങ്ങളും കൂടെ ചോദിക്കാമായിരുന്നു. അല്ല, ആർക്കാണെങ്കിലും ജീവന് കൊതു കാണുമല്ലോ. ഒന്നുമില്ലെങ്കിൽ ആത്മാഭിമാനത്തിന് കുറച്ച് വില കാണുമല്ലോ എല്ലാ മനുഷ്യർക്കും. അപ്പോൾ ചില സമയത്ത് നാടൻ ശൈലി കൊണ്ട് ഏൽക്കുന്ന മുറിപ്പാടുകളൊക്കെ ചിലപ്പോൾ കാലാകാലങ്ങൾ കഴിഞ്ഞാലും ഉണങ്ങില്ല. തെറിയാശാനെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അങ്ങയുടെ മനസ്സിൻ്റെ വിശാലത ബോധ്യപ്പെടാൻ എനിക്ക് കഴിഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ താങ്കളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നവരിലേക്ക് അത് തിരുത്തുന്നതിലേക്കായുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ.